കേരള ഒളിമ്പിക് അസോസിയേഷനെതിരായ പുട്ടടി പരാമർശത്തിൽ ഉറച്ചു കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭയപ്പെടുത്തൽ ഇങ്ങോട്ട് വേണ്ടെന്നും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് ചേരാത്ത പരാമർശമെന്നും മന്ത്രി പറഞ്ഞു. പി ടി ഉഷയ്ക്ക് കേരളത്തോട് പ്രതിബദ്ധതയില്ലെന്നും ദേശീയ ഗെയിംസിൽ നിന്ന് കളരിയെ പുറത്താക്കിയപ്പോൾ പി ടി ഉഷ ഇടപെട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കളരി എന്നുള്ളത് കേരളത്തിൻ്റെ പാരമ്പര്യമായുള്ള ആയോധന കലയാണ്. ആ കളരിയെ മത്സര ഇനത്തിൽ നിന്നും മാറ്റരുതെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി അതിനെ ചെയ്യണമെന്ന്. അത് കേരളത്തിലുള്ള ഒരു മുൻ കായിക താരമാണിപ്പോൾ ഈ IOC പ്രസിഡന്റ്. അപ്പോൾ അവരത് കേട്ടില്ല. അപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നുള്ളത് കേരളത്തിൽ നിന്ന് ആളുകളാണെങ്കിൽ ആ കളരിയെ വീണ്ടെടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടത്. ഇവിടെ ഒളിമ്പിക് അസോസിയേഷൻ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് ശ്രമിച്ചിട്ടില്ല. ആ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി. അതും ശരിയല്ല. വിപിൻ സി വിജയനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഭയപ്പെടുത്തൽ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ് വിരട്ടുകയാണോ മന്ത്രി? ഇതിലിപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണല്ലോ. കീർത്തന, ഈ ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ഒരു പെർഫോമൻസ് അത് മോശമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ ഒരു പരസ്യമായിട്ടുള്ള പോര് അത് ഇപ്പോഴും തുടരുകയാണ്. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി വട്ടപൂജ്യമാണ്, മന്ത്രി കായിക മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞതിന് മറുപടിയായി മന്ത്രി തന്നെ പണം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അസോസിയേഷനുകളൊക്കെ തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, അത് കേരളത്തിൻ്റെ കായിക മേഖലയെ പിറകോട്ടടിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ആ നിലപാട് കുറച്ചുകൂടി ഉറച്ചു പറയുകയാണ് മന്ത്രി. ഒപ്പം തന്നെ ഈ കായിക മേഖലയ്ക്ക് കഴിഞ്ഞ 10 വർഷമായി ഹോക്കി പോലും ദേശീയ ഗെയിംസിലേക്ക് എത്തിക്കാൻ കേരളത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ കായിക മേഖലയ്ക്ക് വേണ്ടി കായിക അസോസിയേഷനുകൾ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല, ഇവർക്ക് പണം അനുവദിക്കുന്നുണ്ട്, അതിൽ പുട്ടടിക്കുന്നു എന്നുള്ള പരാമർശം അതിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും, അത് പറയേണ്ടതല്ലേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ കായിക മേഖലയ്ക്ക് വേണ്ടി താനിത് പറയുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ കാര്യമില്ല, തനിക്ക് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി ഹരിയാനയുമായി എന്നുള്ള ഒരു വലിയ പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ കായിക താരങ്ങളൊക്കെ രംഗത്ത് വന്നു. മന്ത്രി മാപ്പ് പറയണം, കാരണം കഷ്ടപ്പെട്ട് നേടിയ മെഡലാണ്, ആ മെഡൽ തിരിച്ചു നൽകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും മന്ത്രി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. ഇതും മന്ത്രി തള്ളിക്കളയുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ വി അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മെഡൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുത്ത് സ്വർണം നേടി വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം പി ടി ഉഷയ്ക്കെതിരെ പറയുന്നുണ്ട്, കേരളത്തിനോട് കുറച്ചെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ കളരിക്കൊക്കെ വേണ്ടി സംസാരിക്കേണ്ടതാണ്. എന്നാൽ അതൊന്നും കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള കേരളത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പി ടി ഉഷയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ള നിശിത വിമർശനവും വി അബ്ദുറഹ്മാൻ ഇന്ന് ഉന്നയിച്ചു. ഇപ്പോൾ കീർത്തന. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പരാമർശത്തിൽ നിന്ന് മന്ത്രി പിന്നോട്ടില്ല, അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തുടരാം. ഒരു സമയം മന്ത്രി ഒന്ന് പറയും, പിന്നീട് അവരൊന്ന് പറയും, അങ്ങനെ മാറി മാറിയാണ്. ഇനിയിപ്പോ ഇതിനൊരു മറുപടി ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. കായിക താരങ്ങൾക്ക് ഇതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതിരുന്നാൽ മതി അല്ലേ, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാൻ നോക്കിയാൽ കൊള്ളാം. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് എന്ത് കിട്ടാനാണ്?